ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ചിക്കൻ കറി റെസിപ്പി കണ്ടാലോ? ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. അതിനായി കടായി ചൂടായതിനു ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, തക്കാളി, വലിയുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞ് ചേർക്കുക. ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം ചെറിയുള്ളിയാണ് കൂടുതലായിട്ട് ഇടേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അവയെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കണേ. വേഗം തന്നെ ഇവയെല്ലാം വഴറ്റിയെടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുക. വേഗം തന്നെ എല്ലാം വഴറ്റി കിട്ടുന്നതായിരിക്കും. ഉപ്പിടുന്ന വീഡിയോ ആഡ് ചെയ്തിട്ടില്ല. എല്ലാം വഴറ്റി വന്നതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം 1.5 ടീസ്പൂൺ മുളകും പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി. എത്ര എരിവ് വേണോ അതിനനുസരിച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ 4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കാവുന്നതാണ്. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ട് പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. മസാലയൊക്കെ വഴണ്ടി വരുമ്പോൾ അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്യാം. ചിക്കനും കൂടി ആഡ് ചെയ്ത് അതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. മസാലയെല്ലാം ചിക്കനിൽ ആവുന്ന വിധത്തിൽ നല്ലപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. മസാലയെല്ലാം ചിക്കനിൽ പിടിച്ചതിന് ശേഷം അതിലോട്ട് ലേശം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് മൂടി വെക്കാം. ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായി ഇന്ന് കപ്പയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പറമ്പിൽ നിന്നുതന്നെ പറിച്ച കപ്പയാണ്. അതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ വരുമ്പം തന്നെ കപ്പ വെന്തിട്ടുണ്ടാവും. അപ്പോഴേക്കും കറിയെല്ലാം തിളച്ച് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കപ്പയിലെ വിസിൽ എല്ലാം പോയതിന് ശേഷം കപ്പയും ഊറ്റി ചിക്കനും കപ്പയും കൂടി കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.